എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കി ഹാപ്പി ആയിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ്, മീനിൽ നിന്ന് തന്നെയാണ് തുടക്കം. എനിക്കെപ്പോഴും വെള്ളിയാഴ്ച ആകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയുമാണ്, എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ മീനൊക്കെ ഞങ്ങൾ കുറച്ചധികം വാങ്ങും. മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ നമ്മൾ ഈ വിചാരിച്ച പോലെ 1-2 കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് അങ്ങനെ മീനിൻ്റെ കാര്യത്തിൽ ചോദിക്കാനൊന്നും വലിയ മടിയില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ 3 എടുത്തിട്ടുള്ളൂ അയില. കാരണം മോന് കഴിക്കാൻ ഞാൻ അയില കൊടുക്കാറില്ല, അതുകൊണ്ട് നമുക്ക് മാത്രമല്ലേ വേണ്ടു, അതുകൊണ്ട് 3 അയില എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ അവധി ദിവസങ്ങളിൽ കുറച്ച് സമയമെങ്കിലും ഫ്രീ ആയിട്ടിരിക്കണം, ഫാമിലിയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ എൻ്റെയും ഒരു ആഗ്രഹമാണ്. അതുപോലെ ഏട്ടൻ എപ്പോഴും നിർബന്ധം പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന്. കാരണം എനിക്കത് കിട്ടാറേ ഇല്ല. നമുക്കതറിയാലോ, അമ്മമാർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നത് വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ നമുക്കത് ജോലികൾ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റിയെങ്കിൽ, അതായത് മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്ക് ഞാൻ ഈ അയില മീനൊക്കെ മുറിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പൂവ് എന്തിനാണ് കളയുന്നത് എന്ന് ചിലരങ്ങും ചിന്തിക്കുന്നുണ്ടാവും. അയില തല വറ്റിച്ച് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെ മറിച്ച് ഏട്ടൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ പൂവിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഫ്രൈ ചെയ്യും, ഈ ചെകിള പോലത്തെ ഭാഗങ്ങൾ കളഞ്ഞിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്യും. ഇനി ഒരു തവണ ഞാൻ ആ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്ഭുതം പോലെ തോന്നി. പക്ഷെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തല എങ്ങനെ വെച്ച് കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിക്ക് വന്നിട്ട്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒരു തവണ ഞാൻ വാങ്ങിക്കുമ്പോൾ റെസിപ്പിയും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ അയില നല്ല ടേസ്റ്റുള്ള അയിലയായിരിക്കണം, അല്ല എങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഒരു തലയുടെ ഭാഗം എന്ന് പറയുന്നത് അത് നമ്മളെങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ചെറിയ അയില ആയതുകൊണ്ടാണ് വാങ്ങിച്ചത്. സാധാരണ വലിയ അയിലയായിരിക്കും, എനിക്കത് ഇഷ്ടമല്ല. ഭയങ്കര ഒരു മീനിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അതിന്. അപ്പോൾ അയില ഞാൻ തലയും ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പറഞ്ഞല്ലോ അവധി ദിവസമാണ്, അപ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വേഗം ജോലി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മീൻ മുറിക്കലൊക്കെ അപ്പം മുറിച്ച് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മീൻ കഴുകാതെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ മാന്തൾ വാങ്ങിച്ചിട്ടുണ്ട്. മാന്തൾ മോന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അവന് കൊടുക്കേണ്ട മീനും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ പോകുന്നത്. കാരണം അത്രയും ചോയ്സ് ഉണ്ടാവും നമുക്ക്, പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ മാന്തൾ മീൻ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വലിയ മാന്തളാണെങ്കിൽ, ചെറുതാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതിയാകും. പക്ഷേ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ സൈഡ് ഭാഗവും അതുപോലെ തലയുടെ ഭാഗവും വാൽ ഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഈ സൈഡ് ഭാഗം കട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം, പക്ഷേ ചെറിയ മീനിൻ്റെതൊക്കെ കേട്ടോ. പക്ഷേ അത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനിയുണ്ടല്ലോ, നമ്മൾ നഖം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ തള്ളി കൊടുക്കുക. സാധാരണ നമ്മൾ പെട്ടെന്ന് ആ തലഭാഗത്ത് നിന്ന് വലിച്ചെടുക്കുമ്പോഴാണ് ഈ വലിയ മീനിനൊക്കെ മാംസത്തിൽ ഫുള്ള് പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇത് സൈഡ് ഭാഗം നമ്മളിങ്ങനെ നഖം ഉണ്ടെങ്കിൽ വളരെ സൂപ്പർ കേട്ടോ. ഞാൻ ഇന്നലെയാണ് എൻ്റെ കഷ്ടകാലത്തിന് നഖം മുറിച്ചത്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾ ഒരൊറ്റ പൊടി മാംസം നമ്മളുടെ തൊലിയിലൊന്നും പിടിച്ചിട്ടില്ല അല്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്കിത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എനിക്കിതിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേറൊരു മെത്തേഡ് പറഞ്ഞു തരാനില്ല കേട്ടോ. കുറേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങളൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മീനൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാമല്ലോ. അപ്പോൾ ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ ഞാൻ തലേദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മാങ്ങയിട്ട് ഒരു ചമ്മന്തി ഇറക്കണം, നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ട്. അത് എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നതുണ്ടല്ലോ, അമ്മ കുട്ടിക്കാലത്തൊക്കെ ഈ അമ്മിയിൽ അരച്ചിട്ട് തന്നെ ആക്കി തരും കേട്ടോ. ഈ ചമ്മന്തി എനിക്ക് അമ്മിയിൽ അരച്ചതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അമ്മിയിൽ അരച്ചിട്ടാക്കി തരും. പിന്നെ അമ്മ അരച്ചെടുത്തതിന് ശേഷം ആ അമ്മിയിലെ കുറച്ച് ബാക്കിയുള്ളതുണ്ടല്ലോ, അതിങ്ങനെ തൊട്ട് നിൽക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ. മനസ്സിൽ വല്ലാത്ത ഓരോരോ ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ എനിക്കെപ്പോഴും അത് ചെയ്യുമ്പം ആ ഒരു ഓർമ്മയാണ് വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക ചെമ്മീനിട്ടിട്ട് മാങ്ങി ഇട്ടിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് എൻ്റെ അമ്മയും അതുപോലെ തന്നെ നമ്മളുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ജിംനയും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മീനിട്ട് വെച്ചാൽ ചീത്തയാവില്ല എന്നുള്ളൊരു കാര്യം, മീനിൻ്റെ ഒരു ടേസ്റ്റ് പോവില്ല എന്നുള്ള കാര്യം. ഇത്ര നാൾ ഞാനത് അത്ര വലിയ സീരിയസ് ആയി എടുത്തില്ല. പക്ഷേ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും സ്മെല്ല്, അതായത് മീൻ വൃത്തിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്.
നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്. മീനിന് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പം ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്, കാരണം മോന് മീൻ ഫ്രൈ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ വരഞ്ഞിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അയിലെടുത്തു. 2 മീനെന്ന് വെച്ചാൽ അവന് രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും കൂടെ ഒരുമിച്ചാണെങ്കിൽ ചെയ്യുകയാണ്. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളക് എന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് തിരുമ്മി വെക്കുകയാണ്. ഇനി തലയൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊന്നും പിറ്റേ ദിവസം വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മീൻ വാങ്ങിച്ച് അന്ന് തന്നെ കഴിക്കുന്ന ടേസ്റ്റ് അത് വേറെ തന്നെ ടേസ്റ്റാണ്. സോ അത് അങ്ങനെ ചെയ്യും. അപ്പം തന്നെ ഞാൻ കഴിക്കാൻ നോക്കും. കാരണം അന്നത്തെ ടേസ്റ്റ് നമ്മൾ മിസ് ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മീൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ ഞാൻ ഇതേ മസാല തന്നെ തലയിലും പുരട്ടിയിട്ട് കുറച്ച് നേരം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. വെന്ത് വന്നതിന് ശേഷം ഈ പറഞ്ഞ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് പറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അതിലിടക്ക് കഞ്ഞി ആയോ എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. കാരണം കഞ്ഞി, ചമ്മന്തി, മീൻ ഫ്രൈ അതുപോലെ തല പറ്റിച്ചതുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ചില സമയങ്ങളിലാണ്, ചില ദിവസങ്ങളിൽ വല്ലാതൊരു മൂഡ് ഓഫും അങ്ങനെയൊക്കെ തോന്നും. അങ്ങനത്തെ സമയങ്ങളിൽ എനിക്കൊന്നും കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ മോനുള്ളത് കൊണ്ട് അവന് വേണ്ടുന്നത് അതിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. എനിക്ക് എന്നെ കൊണ്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നാണ്. അങ്ങനെയാണ് അത്. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അതിന് ഒരു പ്രത്യേക ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതിനൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അമ്മമാരും അവരവരുടെ മക്കളെ ഏറ്റവും ബെസ്റ്റായിട്ട് നോക്കാനല്ലേ നോക്കുക. എനിക്കും അതുപോലെയാണ്. അവന് എന്തെങ്കിലും ഒരു കുറവ് വരുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവനെപ്പോഴും വേണ്ടുന്ന കാര്യങ്ങൾ നോക്കി ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ചില സംഭവങ്ങൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവൻ തൊട്ട് നോക്കില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കി കൊടുക്കും. അതങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവന് ഏറ്റവും നല്ലൊരു അമ്മയായിരിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്, എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് പാരൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ചിലവർക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒട്ടും ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിരിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷേ മൈൻഡിൽ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെഫിനറ്റായിട്ടും എൻ്റെ സ്വപ്നങ്ങളും ഞാൻ എത്തിപ്പിടിക്കും. അതിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ ഒരു ഞാനങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ്. മോൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ഇമോഷണലാവും, അതുപോലെ കുറച്ച് സെൻറ്റിമെൻ്റലാവും. എനിക്ക് എന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. ഇനി ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുളകിട്ട മീനായിട്ടുണ്ട്. ഇതാ നമ്മുടെ ചമ്മന്തി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏട്ടന് കൊടുക്കുകയാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. ആദ്യം തന്നെയല്ല, ഞാൻ മോൻ ഓൾറെഡി കൊടുത്ത് അവനെ ആക്കിയിട്ടുണ്ട്. ഇനി പേട്ട കഞ്ഞി കുടിച്ചിട്ട് പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ കഴിക്കും. ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം കഴിക്കുന്നുണ്ടാവാം, മോനെ കൊടുത്തതിന് ശേഷം കേട്ടോ. അത് ആർക്കാണോ വിശപ്പല്ലേ ക്ഷീണം അതിനനുസരിച്ചായിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. ഏട്ടൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സമയം ഏട്ടന് രാവിലെ കഴിക്കാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഏട്ടനാണ് കൊടുത്തത്. ഞാൻ കഴിച്ചത് എനിക്ക് അങ്ങ് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ?